അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും അല്ലാഹു നൽകിയിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ചും പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മുഴുവൻ മക്കളെയും ഞാൻ ആദരിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവ് ലഭിച്ചവരാണ് നമ്മളായ മുഴുവൻ മനുഷ്യരും. എന്നിട്ടൊരു വാക്കുകൂടി അല്ലാഹു ചേർത്ത് പറയുന്നു, വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. അല്ലാഹുവിൻ്റെ ഇതര സൃഷ്ടിജാലങ്ങളെക്കാൾ കൂടുതൽ അല്ലാഹു സവിശേഷതകൾ മനുഷ്യരായി നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ അത്രയൊന്നും കായികമായോ ശാരീരികമായോ നമ്മൾക്ക് മനുഷ്യർക്ക് കഴിവുകൾ ഇല്ല എങ്കിലും ബുദ്ധിപരമായ സവിശേഷതകൾ കൊണ്ട് മറ്റുള്ളവയെല്ലാം കീഴടക്കുവാനുള്ള അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ തഫ്ളീൽ ലഭിച്ച ആളുകളാണ് മനുഷ്യർ. ഇതെല്ലാം അള്ളാഹു പറയുമ്പോൾ തന്നെ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ സവിശേഷതകൾ കൊണ്ടാണ് ഓരോ വർഷവും പുതിയ പുതിയ കണ്ടെത്തലുകളും ഭൗതികമായിട്ടുള്ള ഉയർച്ചകളും ശാസ്ത്രീയമായ പുരോഗതിയും ടെക്നോളജികളുടെ വർധനവും നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും വേഗതയിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയുമെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള ഈ സവിശേഷതകൾ കൊണ്ടാണ്. എന്നാൽ ഇതെല്ലാം നൽകിയ ശേഷം അള്ളാഹുവിൻ്റെ ഒരു വാക്കുണ്ട്. ആ വാക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു വിളിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഫഖീറന്മാരാണ്. അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ദയാവായ്പും അള്ളാഹുവിൻ്റെ തിരുനോട്ടവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള തൗഫീഖും ലഭിച്ചു ജീവിക്കേണ്ട ഫഖീറന്മാർ ആണ് മനുഷ്യർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനും സ്തുത്യർഹനും. അഥവാ എല്ലാ വ്യത്യസ്തങ്ങളായ കഴിവുകൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും ആത്യന്തികമായി അള്ളാഹു നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹവും അവൻ്റെ കാരുണ്യ കടാക്ഷങ്ങൾ കൊണ്ട് ജീവിതം മുഴുവിപ്പിക്കുന്നവരാണ് നമ്മൾ എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകണമെന്നതാണ്. ഇത് അള്ളാഹു പറയുന്നത് നമ്മളുടെ കഴിവുകളെ, അള്ളാഹ് നൽകിയ കഴിവുകളെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടല്ല, ഒരിക്കലുമല്ല. നമ്മൾ പുതിയ ലോകം എന്ന് പറയുന്നത് ചന്ദ്രനിലേക്ക് ടൂറുകൾ സംഘടിപ്പിച്ചു തുടങ്ങുകയാണ്. പുതിയ ലോകമെന്ന് പറയുന്നത് മനുഷ്യരെ പോലെ സഹകരിച്ചുകൊണ്ട് റോബോട്ടുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന കൊളാബറേറ്റ് റോബോട്ടുകളെ നിർമ്മിക്കുന്ന കാലഘട്ടമാണ്. ഡ്രൈവർമാരില്ലാതെ വിദേശ രാജ്യങ്ങളിൽ ഓട്ടോണമസ് ഡ്രൈവിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ വന്ന് ഡ്രൈവർമാർ പോലും ഇല്ലാതെ വാഹനങ്ങൾ സ്വന്തമായി യാത്ര ചെയ്യുന്ന കാലഘട്ടത്തെ മുഴുവൻ നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വാക്ക് ഇതെല്ലാം ഉണ്ട്. ആഴിയിൽ നിങ്ങൾ പോകുന്നു, ആകാശങ്ങളിലേക്ക് പറക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ മുഴുവൻ സൗകര്യങ്ങളും നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇല്ല എങ്കിൽ ഒരു ആഞ്ഞൊരു ഇടിവാള് വെട്ടിയാൽ, ശക്തമായിട്ടൊന്ന് മഴ പെയ്താൽ, ഭൂമി ഒരു 2 സെക്കൻഡ് ഒന്ന് കുലുങ്ങിയാൽ ഈ പറയുന്ന മുഴുവൻ സൗകര്യവുമുള്ള നമ്മൾ വാതിലുകൾ കുറ്റിയിട്ട് പേടിച്ച് വിഭ്രാന്തിപ്പെട്ട് തലയിണക്കടിയിലേക്ക് എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചു കൂടും. അള്ളാഹുവിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പരീക്ഷണം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭയവിഹ്വലനായി നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ, വിശ്വാസികളെ, നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ
അവന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ 12 ദിവസമായി ഒരു സഹോദരനെ കണ്ടു കിട്ടിയിട്ടില്ല. അള്ളാഹു നല്ല ഒരു വാർത്ത അവർക്കും കുടുംബത്തിനും നമ്മൾക്കും നൽകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, 12 ദിവസമായി ആരെയാണ്? ഒരു വലിയ സംവിധാനമൊന്നുമില്ല, ഒരൊറ്റ മനുഷ്യനെ കണ്ടെത്താനാണ്. നാടറിയാം, ജില്ലയറിയാം, പ്രദേശമറിയാം, സ്ഥലമറിയാം. സകലമാന സംവിധാനങ്ങളും ഗവൺമെന്റ് തലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞു, ഡ്രോണുകൾ പറക്കുന്നു, റഡാറുകൾ, സംവിധാനങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ആഴക്കടലിലേക്ക് ഊളിയിടുന്നത് പോലെ ശക്തമായ ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് അതിനുവേണ്ട സജ്ജീകരണങ്ങളുമായി ആളുകൾ ഇറങ്ങുന്നു. എല്ലാം ഉണ്ടാകുന്നു. മുഴുവൻ സംവിധാനങ്ങളും അതിനുവേണ്ടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ഒരു മനുഷ്യനെ കണ്ടെത്താനാണ്, ഒരൊറ്റ വ്യക്തിയെ കണ്ടെത്താനാണ്. ഇന്ന് വരെ കഴിഞ്ഞില്ല. കഴിയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? മനുഷ്യരെ, നമ്മൾക്കെല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ വിജയിക്കാൻ കഴിയൂ. നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്തത് പറയണം. അള്ളാഹു നമ്മളിൽ നിന്ന് മറച്ചാൽ, നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണം നടത്തിയാലും തിരച്ചിൽ നടത്തിയാലും അള്ളാഹു വെളിവാക്കുന്നത് വരെ വെളിവാവുകയില്ല. അള്ളാഹു വെളിവാക്കണമെന്നുദ്ദേശിച്ചാൽ ഒരു മനുഷ്യന്റെയും ആവശ്യമില്ല. ഒരു നായ പോയി അതിന്റെ കാലുകൊണ്ട് മണ്ണ് മാന്തിയിട്ടെങ്കിലും ആ മനുഷ്യനെ പടച്ച തമ്പുരാൻ കാണിപ്പിച്ചു തരും. ഇതെന്തിന് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നു? അള്ളാഹു നമ്മളോട് പറയുന്ന വാക്ക്, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. മനുഷ്യരെ, നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അല്ലാഹ് വേണ്ട, പരലോകം വേണ്ട, ഞാൻ അത്യാവശ്യമൊക്കെ വിവരമുണ്ടായിട്ടുണ്ട്, ഇനി എന്തിനാ പടച്ചോൻ, ശാസ്ത്രം തന്നെ മതി എന്ന് പറയണ്ട. വളരെ കുറഞ്ഞ ഒരറിവേ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളൂ. ആ അറിവ് പോലും നമ്മൾ ഉപയോഗപ്പെടുത്തി ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സാന്ദർഭികമായി പറയുന്നു, നമ്മുടെ നാട്ടിൽ ചില ഔലിയാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഖോജമാരൊക്കെ ഉണ്ടല്ലോ, ബീവിമാരൊക്കെ ഉണ്ടല്ലോ. ഗൾഫ് നാട്ടിലുള്ള ഭർത്താവിന്റെ കഷ്ടപ്പാടുകൾ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കുന്നവർ, UK-യിലുള്ള മകന്റെ വേദനകൾ കേരളത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കുന്നവർ, ഏതെങ്കിലും പ്രദേശത്ത് ഗർഭിണിയായ മകളുടെ പ്രസവത്തിന്റെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടറിഞ്ഞു ചികിത്സിക്കുന്നവർ, അവരൊക്കെ എവിടെ കൂട്ടരെ? ഇതാ സ്ഥലമറിയുന്നു, മണ്ണറിയുന്നു, വെള്ളമറിയുന്നു, സംവിധാനങ്ങളൊക്കെയുണ്ട്. എവിടെയാണ് എന്ന് നിങ്ങൾ എടുത്തു തരണ്ട. നിങ്ങൾ ഒരു കാര്യവും എടുത്തു തരേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. എത്രാമത്തെ ദിവസം കിട്ടും, ഏത് സമയം കിട്ടും, എവിടെ വെച്ച് കിട്ടും എന്ന് നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞു തന്നാൽ മതി. കഴിയില്ല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും മറഞ്ഞ കാര്യം അറിയില്ല. നമ്മൾക്കുള്ള അനുഭവങ്ങളാണ്. എന്ത്? അള്ളാഹു നൽകിയ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോഴും തൗഫീഖ് പടച്ചവനിൽ നിന്ന് വേണം. നിങ്ങൾക്കറിയില്ലേ, നമ്മൾക്കറിയില്ലേ? നമ്മുടെ ജില്ലയിലാണ് കഴിഞ്ഞ തവണ മലയിടിച്ചിൽ കൊണ്ട്, മണ്ണിടിച്ചിൽ കൊണ്ട് മനുഷ്യർ മരണപ്പെട്ടു പോയത്. 20 25 ദിവസമോ തുടർച്ചയായി തിരഞ്ഞിട്ടും 11 പേരെ ഇന്നും കിട്ടിയിട്ടില്ല. ഇന്നും മണ്ണിനടിയിൽ അവർ കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ. പൊന്മുടിയിൽ 4 പേർ ഇന്നും മണ്ണിനടിയിലാണ്. ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അവിടെ ഭക്ഷണം കൊടുത്ത സാധുവായ ഹോട്ടലുടമയും കുടുംബവും ഇന്നും കാണാനില്ല. നമ്മളുടെ മുന്നിൽ അള്ളാഹു പറയുന്നു, അന്തർവാഹിനികൾ അയച്ചവരെ, ചന്ദ്രനിലേക്ക് ടൂറുകൾ വിട്ടവരെ, നാട്ടിൽ മുഴുവൻ ചെറിയ ചെറിയ നിസ്സാരമായ യന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് ഒളിക്യാമറകൾ കൊണ്ട് ആമസോൺ കാടുകളിലുള്ള ജീവജാലങ്ങളുടെ ഗർഭം വരെ അളക്കുന്നവരെ, എവിടെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് തിരഞ്ഞിട്ട് കണ്ടെത്താൻ കഴിയാത്തത്? അള്ളാഹുവിന്റെ വാക്കാണ്, അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്. അള്ളാഹു വിചാരിക്കണം, പടച്ചവൻ തീരുമാനിക്കണം, അള്ളാഹു കാണിച്ചു തരണം. എങ്കിലേ നമ്മുടെ യന്ത്രങ്ങൾ കൊണ്ടും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല എങ്കിൽ അള്ളാഹു നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. 14 വയസ്സുള്ള പ്രിയപ്പെട്ട കുട്ടിയാണ് കഴിഞ്ഞയാഴ്ച മരണപ്പെട്ടു പോയത്. വൈറസ് ബാധിച്ച്. അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകുമാറാകട്ടെ. 14 വയസ്സുള്ളൊരു കുട്ടി, ഒരൊറ്റ വൈറസാണ്. അറിയണം നമ്മൾ,
ഒരു വൈറസാണ്, ഒരുപാടെണ്ണമല്ല, ഒരൊറ്റ വൈറസ് കൊണ്ട് നമ്മുടെ മാസ്കുകൾ ധരിക്കാൻ നമ്മളോട് ഗവൺമെന്റ് നിർദ്ദേശിക്കുകയുണ്ടായി. ആളുകൾ അകലം പാലിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. ഒരൊറ്റ മരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഓഡിറ്റോറിയത്തിലെ കല്യാണങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അവിടെയുള്ള അധ്യാപകരോട് പറഞ്ഞു, നിങ്ങൾ ഇനി സ്കൂളുകളിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല, ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തണമെന്ന്. നോക്കൂ നിങ്ങൾ, നമ്മൾ ആരാണ്? അങ്ങാടിയിൽ വെച്ച് 4 ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മൾ കൈകൾ ചേർത്ത് വെച്ച് എന്നോടാണോ കളി, നിനക്കാരാണ് എന്ന് എന്നെ ശരിക്കും നിനക്കറിയില്ല, ഞാൻ വിചാരിച്ചാൽ എനിക്ക് പലതും ചെയ്യാൻ കഴിയും, വാപ്പാനോട് ചോദിച്ചു നോക്ക് ഞാൻ ആരാണ്, ഞങ്ങൾ എത്ര കാലമായി ഇവിടെ എന്ന് വീമ്പിളക്കുന്ന നമ്മളോട് അല്ല പറയാൻ, സോപ്പിട്ട് കഴുകിയാൽ പോകുന്ന ഒരു നിസ്സാരമായ വൈറസിന്റെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചില്ലേ നിങ്ങൾ, വായ മൂടിക്കെട്ടിയില്ലേ നിങ്ങൾ, ഷട്ടറിട്ടില്ലേ നിങ്ങൾ, കലാലയങ്ങൾക്ക് പൂട്ടിട്ടില്ലേ നിങ്ങൾ? എവിടെ ആളുകളോട് വെല്ലുവിളിച്ച നിന്റെ ചൂണ്ടുവരൽ എവിടെ? ആളുകളുടെ മുന്നിൽ മടക്കി കുത്തിയ മടക്കുത്തവിടെ? അള്ളാഹുവിന്റെ ചോദ്യം, പടച്ചവൻ വിചാരിച്ചാൽ അങ്ങാടിയിൽ ഞെളിഞ്ഞു നിന്ന് ഞാനും നിങ്ങളും അവനവന്റെ വാപ്പാക്ക് വരെ കൈ കൊടുക്കൂല. അറിയില്ലേ, കഴിഞ്ഞൊരു വർഷം മുമ്പാണ് സ്വന്തം കുട്ടി, ആറ്റുനോറ്റുണ്ടായ പ്രിയപ്പെട്ട കുട്ടി 9 മാസമാകുമ്പോൾ ഇതേ രോഗം ബാധിച്ച്, ഇതുമായി ബന്ധപ്പെട്ട കൊറോണ ബാധിച്ച് മരണപ്പെട്ടിട്ട് മയ്യത്ത് കബറടക്കുന്നത് JCBയുടെ കൈകൾ കൊണ്ട് കബറിലേക്ക് സ്വന്തം കുട്ടിയെ തള്ളിയിടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. നൊന്ത് പ്രസവിച്ച ഉമ്മാനെ 12-15 മീറ്റർ ഇപ്പുറത്തു നിന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം കബറിലേക്ക് ഇറക്കി വെക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നു. അല്ല പറയാൻ, മുഹമ്മദേ, ഫാത്തിമ, ആയിഷ, പൈസ ഉണ്ടാകും, 2 നില വീടുണ്ടാവും, ഫോർച്യൂണർ കാർ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഒരു നിസ്സാരമായ വൈറസ് മതിയടാ പടച്ചോനെ പിടിച്ചു കെട്ടാൻ. നമ്മുടെ മനസ്സിലേക്കുള്ള ബോധ്യം എന്തെന്നറിയോ? നമ്മുടെ പൈസ ഉപയോഗപ്പെടണമെങ്കിൽ, വീട് ഉപയോഗപ്പെടണമെങ്കിൽ, ദാമ്പത്യം ഉപയോഗപ്പെടണമെങ്കിൽ, നമ്മുടെ സ്ഥാനം ഉപയോഗപ്പെടണമെങ്കിൽ, ആയുസ് ഉപയോഗപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകണം, പടച്ചോന്റെ കാരുണ്യം ഉണ്ടാകണം. ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്, ഞാൻ നല്ല പണിയെടുത്തുണ്ടാക്കിയതാണ്, എന്റെ വാപ്പാർ അങ്ങനെയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പറയുമ്പോഴേ കൂട്ടത്തിൽ അൽഹംദുലില്ലാ എന്റെ വാപ്പാനെക്കാളും നയിച്ചോലുണ്ടായിട്ടുണ്ട്, അവർക്ക് ഇത്ര പൈസ അല്ല കൊടുത്തിട്ടില്ല, നാഥാ നിന്റെ കാരുണ്യമാണ്. ഞാൻ രാവിലെ നടന്നിട്ടാണ് എന്റെ ബോഡി ഇങ്ങനെ, അല്ല ഇന്നെക്കാളും നടന്നോൻ അറ്റാക്ക് വന്നിക്കണ്, പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ് എന്റെ ബോഡി ഇങ്ങനെ, ആ കൂട്ടത്തിൽ ഞാൻ നടക്കുന്നുണ്ട്. എന്റെ കുട്ടികളൊക്കെ ഉയർന്ന സ്ഥലത്തേക്ക് എത്തിക്കണ്, ഞാൻ ചെറുപ്പം മുതലേ പഠിപ്പിച്ചതുകൊണ്ടാണ്, അതിന്റെ ഒരു ഭാഗമാണ്. നമ്മളെക്കാൾ കൂടുതൽ പഠിപ്പിച്ച കുട്ടികൾ തോറ്റിട്ടുണ്ട്, അവർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ്. പടച്ചോന്റെ കാരുണ്യം ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും എന്റെ ജീവിതവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൻസും മിനൽ ജന്നയാണ്, സ്വർഗത്തിലെ നിധിയാണ് ആ വാക്ക്. എന്തിനാ സ്വർഗത്തിലെ നിധി എന്ന് പറയാൻ കാരണം? ബോധ്യപ്പെട്ട് പറയാൻ, പടച്ചോനെ ഞാൻ കളക്ടറാണ്, മന്ത്രിയാണ്, അധ്യാപകനാണ്, കോടിക്കണക്കിന് അക്കൗണ്ടിൽ പൈസയുള്ള ബിസിനസ്സുകാരനാണ്, അല്ല സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു ഉമ്മയാണ്, ഒരു പെങ്ങളാണ്, ഒരു ഇക്കാക്കയാണ്. പടച്ചോനെ ഞാൻ ഈ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും മക്കൾ പഠിക്കുന്നതും എല്ലാം നിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. എനിക്ക് അല്ലാഹുവേ സ്വന്തമായിട്ടൊരു ശക്തിയില്ല, നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിൽ ബോധ്യമുണ്ടാകണം. കഴിഞ്ഞ 1.5 മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം എന്തായിരുന്നു? എയർ കണ്ടീഷനായിരുന്നു. എല്ലാ വീടുകളും ശീതീകരിക്കലായിരുന്നു. സാധാരണ കൂലിപ്പണിക്കാരൻ വരെ ക്ഷമകെട്ട് വീടുകളിൽ AC വെച്ചു. കലാലയങ്ങളിൽ ടോട്ടലായി, പള്ളികൾ ടോട്ടലായി എയർ കണ്ടീഷൻ ആക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു, സംവിധാനങ്ങളുണ്ടായി. ഇന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ ആ AC-കൾ വർക്ക് ചെയ്യാതെയായി. എന്തേ കാരണം? മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്തു, ആദ്യമൊക്കെ സന്തോഷായി, 4 ദിവസം അടുപ്പിച്ച് പെയ്തു. ജില്ലകൾക്ക് അവധികൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി, കുട്ടികൾക്ക് ആവേശമായി. പക്ഷേ 1, 2, 3, 4, 5 ദിവസമൊക്കെ പെയ്തപ്പോഴേക്കും വാപ്പാര് പറയാൻ തുടങ്ങി, പടച്ചോനെ ഇങ്ങനെയൊന്നും ആകരുത് കേട്ടോ, കാരണം അനുഭവിച്ചതാണ്, നമ്മൾ അനുഭവിച്ചതാണ്. എന്റെ വളപ്പിലേക്ക് കയറരുതിട്ടോ, എന്റെ വളപ്പിക്ക് ചവിട്ടരുതിട്ടോ എന്ന് പറഞ്ഞവനെ ഹെലികോപ്റ്റർ വന്ന് കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്.
ഈ റോട്ടിലൂടെയൊന്നും എന്റെ വണ്ടിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെയൊക്കെ ബിരിയാണി ചെമ്പിൽ കയറിട്ട് കൊണ്ടുപോയി നമ്മൾ കണ്ടതാണ്. കിബറായ മുഴുവൻ നമ്മുടെ കിബറും പടച്ചവൻ 5 ദിവസം തുടർച്ചയായി ഈ അങ്ങാടിയിൽ പെയ്യിപ്പിച്ചാൽ പാലങ്ങൾ പൊട്ടിയാൽ, റോഡുകൾ പൊട്ടിയാൽ, പുഴകളിൽ വെള്ളമുയർന്നാൽ, സ്കൂളിലേക്ക് പോയ കുട്ടി തിരിച്ചു വരുന്നില്ല എന്നറിഞ്ഞാൽ ബാപ്പാരെ കോടിക്കണക്കിന് ഉറുപ്പ്യ, 1 ഉറുപ്പ്യ പോലും നമുക്ക് ഉപകാരപ്പെടൂല. നെഞ്ച് പടക്കും, കൈ പറക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാകും. പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾക്ക് മഴ കിട്ടുന്നതും നിൽക്കുന്നതും. എങ്ങനെ നിൽക്കുന്നത്? അല്ല തൽക്കാലം പെയ്യിപ്പിച്ചിട്ട് വറ്റിയിട്ട് നിർത്തിയതാ? അല്ല, അല്ല തീരുമാനിക്കാൻ തൽക്കാലം മദീൻ. അല്ല തീരുമാനിക്കാൻ. ഖുർആന്റെ ചോദ്യം എന്താ അറിയോ? അള്ളാന്റെ ചോദ്യം, ഖുൽ, വിശ്വാസികളെ പറ, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. പടച്ചോൻ മഴ തരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, കെമിസ്ട്രി ലാബിൽ വെച്ച്, ഫിസിക്സ് ലാബുകളിൽ വെച്ച് നിങ്ങൾ ഇതുപോലെ ഒരു മഴ ഉണ്ടാക്കി, നമ്മുടെ മനസ്സിൽ എന്താ വരെ അറിയോ? മഴ ഉണ്ടാക്കുന്നുണ്ടല്ലോ, കൃത്രിമഴ. അത് മഴയാണ്, അല്ല പെയ്യിപ്പിക്കണ മഴയല്ല. അല്ല പെയ്യിപ്പിക്കണ മാഉൻ മുബാറക്കാൻ, ഭക്ഷണമായിട്ടുള്ള മഴയാണ് അല്ല പെയ്യിപ്പിക്കുന്നത്. മനുഷ്യന് കുടിച്ചാൽ ശരീരത്തിന് പുഷ്ടിയുള്ള വെള്ളമാണ്. സസ്യങ്ങൾക്ക് ഫലങ്ങൾ വിരിയിക്കാനുള്ള മഴയാണ്. കന്നുകാലികൾക്ക് ആരോഗ്യം കിട്ടുന്ന വെള്ളമാണ് അല്ല പെയ്യിപ്പിക്കുന്നത്. കഴിയൂല മനുഷ്യർക്ക്, നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു മഴ നിർത്തിയാൽ, അല്ലാഹു ഭക്ഷണം നിർത്തിയാൽ, അല്ലാഹു ചൂട് നിർത്തിയാൽ, അല്ലാഹു തണൽ നിർത്തിയാൽ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അതോടുകൂടി ഇല്ലാതെയാകും. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മളോട് പരിശുദ്ധ ഖുർആൻ ഇതേ വാക്ക് തന്നെ പറയുന്നത്. അള്ളാഹുവിന്റെ വാക്ക് നമ്മളോട് പറയുന്ന വാക്കാണ്. വിശ്വാസികളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് ഫക്കീറന്മാരാണ്. അത് ഇവിടം മുതൽ എന്നല്ല, നമ്മൾക്കുണ്ടാകേണ്ട ബോധ്യമാണ്. ഒരു ഖുത്ബക്കപ്പുറം നമ്മൾക്ക് പൈസ ഉണ്ട്, ഞാൻ ഉറപ്പിച്ചു പറയാൻ, പൈസ ഉണ്ടാകുമ്പം, നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമൊക്കെ ഭംഗി ഉണ്ടാകുമ്പം, നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യം ജീവിക്കാൻ വരുമാനം ഉണ്ടാകുമ്പോ, നമ്മൾ എവിടെയെങ്കിലും ഒരു പൊസിഷനിലെത്തുമ്പം ശൈത്താൻ അറിയാതെ നമ്മളിലേക്ക് വരും. എന്നിട്ട് ഈ ചിന്ത പോകും, എന്ത്? പടച്ചോന്റെ കാരുണ്യം കൊണ്ടേ ഞാൻ ജീവിക്കണുള്ളൂ എന്ന് പോകും. അപ്പൊ നമ്മളെ വായിന്ന് അറിയാതെ വരും, ഞാൻ നയിച്ചതാണ്, അത്യാവശ്യം ഞാൻ നന്നായി കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണ്, ഇതങ്ങനെയൊന്നും പോകൂല, ഇതങ്ങനെയൊന്നും ആകൂല, ഞാൻ ലോകം കുറെ കണ്ടതാണ്. ഇത് ശൈത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണതാണ്. അള്ളാന്റെ വാക്കെന്താ അറിയോ? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ. നാളെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയണ ഒരാൾ ഈ ഭൂമിയിലുണ്ടോ? അള്ളാന്റെ ചോദ്യം. ഞാനിങ്ങനെ സിസ്റ്റമാറ്റിക് ആണ്, എനിക്കത് രേഖപ്പെടുത്തി തരാൻ ആളുണ്ട്, വണ്ടി ഗുളിക ഓടിക്കണേൽ ഓർമ്മപ്പെടുത്താൻ ആളുണ്ട്, വീട്ടിലത്തെ കാര്യം ഓർമ്മിക്കാൻ അവിടെ സ്റ്റാഫ് ഉണ്ട്, ഓഫീസിൽ വേറെ സ്റ്റാഫ് ഉണ്ട്. ഞാൻ സിസ്റ്റമാറ്റിക് ആണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെയാണ് നാളെ മരിക്കാനും, നാളെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക എന്നറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? അതിനേക്കാളും ദൗർബല്യം എന്താ കൂട്ടരെ? അല്ല നമ്മൾ കേൾക്കണെന്താ അറിയോ? മെഹ്മൂദെ, ഇപ്പൊ വീട്ടിലല്ലേ, നാളെ വീട്ടിലാണോ? ആക്സിഡന്റ് പറ്റി ഓവുചാലിന്റെ സൈഡിലാണോ എന്ന് എനിക്ക് പറയാൻ കഴിയോ? ഇല്ലെങ്കിൽ അത്ര ദുർബലനാണ് ഞാനും നിങ്ങളും. ഉമ്മമാരുടെക്കാൻ ഇപ്പോൾ നിങ്ങൾ ഈ ഖുത്ബ കേൾക്കുന്ന പള്ളി എന്നല്ലേ? നാളെ ഇതേ സമയത്ത് അവനവന്റെ വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുകയാണോ? അല്ല അങ്ങാടിയിലേക്ക് ആളുകൾ അറ്റാക്ക് വന്ന് കൊണ്ടുപോവുകയാണോ? അല്ല കുട്ടിയോടൊപ്പം ഇരുന്ന് കളിക്കുകയാണോ എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര ആളുകളുണ്ട്? അത്രയും ബലഹീനരാണ് നമ്മൾ. പടച്ചോൻ എന്തിനാ പറയണത്? പടച്ചോൻ നമ്മളോട് പറയണത് നമ്മൾക്ക് തളർറു ഉണ്ടാകാനാണ്, വിനയുണ്ടാകാൻ. പടച്ചോനെ, നീയാണ് വലിയവൻ. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. പടച്ചോനെ, നീയാണ് വലുത്, നിനക്കാണ് എന്റെ ജീവിതത്തിലെ മുഴുവൻ നിയന്ത്രണവും, എനിക്കൊന്നും കഴിയില്ല. എവിടെയാണ് കൂട്ടരെ കഴിയുന്നത്? ഞാൻ യുവാക്കളും വിദ്യാർത്ഥികളും ഉണ്ടായതുകൊണ്ട് എവിടെയാ കഴിയുന്നത്? ഞാൻ വിവാഹം കഴിച്ചു, നമ്മൾ വിവാഹം കഴിച്ചു, നമുക്കൊരു കുട്ടി വേണം. നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? അള്ളാഹു പറഞ്ഞ ശാരീരിക ബന്ധം നമ്മൾ ഏർപ്പെടുന്നു. കുട്ടിനെ അല്ല തരണ്ടേ? കുട്ടിനെ അല്ല തരണ്ടേ? ഗൈനക്കോളജിസ്റ്റും നമ്മൾ കല്യാണം കഴിച്ചോണ്ട് കുട്ടി ഉണ്ടാകുമോ? അല്ല തരണം. പടച്ചോന്റെ ഔദാര്യം കൊണ്ട് അല്ല തരണം. എനിക്ക് 2 ആൺകുട്ടികൾ ഉണ്ടായി, 3ാമത്തത് പെൺകുട്ടിയാകണം ഞാൻ ആഗ്രഹിച്ചു.
ആഗ്രഹേ നടക്കുള്ളൂ. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകണം ആഗ്രഹം പൂർത്തിയാക്കാൻ. എനിക്കുണ്ടാകുന്ന കുട്ടി, 2 കുട്ടികളും എന്റെ മുഖച്ഛായയാണ്, 3ാമത്തേത് എന്റെ ഭാര്യയുടെ മുഖച്ഛായയാകണം ഞാൻ ആഗ്രഹിച്ചു. അള്ളാഹ് തീരുമാനിക്കണം. അള്ളാഹു തീരുമാനിച്ചതാണ് നമ്മുടെ ശരീരത്തിന് നിറം, അള്ളാഹ് തീരുമാനിച്ചതാണ് നമ്മുടെ വലിപ്പം. അള്ളാഹ് തീരുമാനിക്കും നമ്മുടെ കുട്ടിക്ക് 6 വിരലാണോ 4 വിരലാണോ 5 വിരലാണോ. അള്ളാഹ് തീരുമാനിക്കും എത്രാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടി സംസാരം തുടങ്ങും. അള്ളാഹ് തീരുമാനിക്കും ജനിച്ച കുട്ടിയുടെ മഞ്ഞക്കളർ എപ്പോൾ പോകും. അള്ളാഹ് തീരുമാനിക്കും. അതിനുവേണ്ടി ചെയ്യാനുള്ള ഭൗതികമായി എല്ലാം ചെയ്യാം. പക്ഷെ തീരുമാനം പടച്ചോന്റെതാണ്. ഇത് ബോധ്യപ്പെടും എന്താവുന്നറിയോ? ഹോസ്പിറ്റലിലേക്കാണ് പോകുമ്പോഴേ ഡോക്ടറെ കാണുമ്പോഴും നമ്മൾ നെഞ്ചത്തെന്താ പ്രാർത്ഥിക്കറിയോ? പടച്ചോനെ, അള്ളാഹുവേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ആ പ്രാർത്ഥന നമ്മളിൽ വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. ആ പ്രാർത്ഥന നമ്മളിൽ വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നമ്മൾ ഈ ഖുത്ബ പറയുമ്പോഴേ എത്ര സാധു മനുഷ്യരുണ്ടറിയോ സോങ്ങളെ? അവനവന്റെ കയ്യിൽ ഡോക്ടർമാർ നൽകിയിട്ടുള്ള റിപ്പോർട്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, സ്കാനിങ് റിപ്പോർട്ടുമായിട്ട്. നമ്മൾ ഈ ഖുത്ബ പറയുന്ന സമയത്ത് എത്ര ഹോസ്പിറ്റലിൽ എന്തേ ഒന്നുമില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഒന്ന് വയർത്തതാണ്, മുഖമൊന്ന് കോടി, കേല ഇങ്ങനെ ഒഴിച്ചു താഴെ കൊലിച്ചു, കഴിഞ്ഞു. അതുവരെ അങ്ങാടി കൂടെ നമ്മളെ പോലെ ഞാൻ ആരാണെന്ന് എനിക്കറിയോ എന്ന് ചോദിച്ചവനാണ്. ഒരു ഭാഗം അള്ളാഹ് കോടിച്ചു, ഈ ഭാഗത്തൂടെ കേലെങ്ങനെ ഉറ്റി. ഇനി ഫിസിയോതെറാപ്പിക്ക് നമ്മൾ പോകുമ്പോ 1 കൊല്ലം കഴിഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കും, ഇപ്പോഴും വരുന്നുണ്ടല്ലേ? കഴിഞ്ഞു, നമ്മുടെ ജീവിതം കഴിഞ്ഞു. ആളുകൾ അത്രേ ഉള്ളൂ, ആളുകൾ അത്രേ ചോദിക്കുള്ളൂ. നമ്മൾക്ക് വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത ബോധ്യപ്പെട്ടു, വയറിളക്കത്തിന്റെ ഗുളിക കുടിച്ചു, മാറുന്നില്ല, ഇടക്കിടക്ക് വരാൻ തുടങ്ങി. ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്തു, ഡോക്ടർ പറഞ്ഞു ക്യാൻസറിന്റെ ഭാഗമുണ്ട് എന്ന് തോന്നുന്നു. സോളെ കഴിഞ്ഞില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയ മുഴുവൻ സംവിധാനങ്ങളും സ്റ്റക്കായി നിൽക്കല്ലേ? പടച്ചോന്റെ തൗഫീക്ക് കൊണ്ടാ കൂട്ടരെ ഇപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്നത്, ശ്വാസം വിടുന്നത്, ആടാതെ നിൽക്കുന്നത്. ഒന്ന് ഉറങ്ങാൻ വേണ്ട സഹോദരങ്ങൾ, ഒന്ന് ഉറങ്ങാൻ നമ്മളൊന്ന് തീരുമാനിച്ചു നോക്കി, ഒന്ന് ഉറങ്ങാൻ. എത്ര ദിവസം ഉറങ്ങാൻ പൂതി വെച്ചിട്ടും അങ്ങോട്ട് തിരിയ ഇങ്ങോട്ട് തിരിയ, ഉറക്കം വരുന്നില്ല. എന്തേ? കുറെ ആള് പാട്ട് കേൾക്കുക, കുറെ കാലം പലതും ആലോചിക്കുക, കുറെ വർത്തമാനം പറയാ. ഉറങ്ങണം എന്ന് അള്ളയാണ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പകല് വരെ ഉറങ്ങാതെ ആഗ്രഹിച്ചാലും കൊതിച്ചാലും കണ്ണിനാഗ്രഹിച്ചാലും കണ്ണിലേക്ക് അല്ലാഹു ഉറക്കം ഇറക്കണം. പടച്ചോൻ തീരുമാനിക്കണം. ഇതാണ് മണ്ണിടിച്ചിലിനിടയിലും നിപ്പ വൈറസിനിടയിലും ശക്തമായ മഴയത്തും വെയിലത്തിനിടയിലും നമ്മൾക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തുന്ന കാര്യം, അല്ലാഹുവിലേക്ക് കാരുണ്യത്തോടുകൂടി അവന്റെ ദയക്ക് വേണ്ടി, അവന്റെ സ്നേഹത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ ഒരു ഭാഗം ശരിക്ക് നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ മനസ്സിലേക്ക് നമ്മൾ ഇറക്കി കൊടുത്ത് ജീവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഒരു ധാരണ എന്താ പറയുക, ഞാനടക്കമുള്ള എല്ലാവരും ധാരണ, നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മുന്നിൽ നമ്മളൊരു വീടാകുക, അത്യാവശ്യം യാത്രാ സൗകര്യമുള്ള റോഡും അങ്ങാടിയാകുക, കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക സുസ്ഥിരത നമ്മൾക്കുണ്ടാകുക, കാണാൻ കുറച്ചൊക്കെ ഒരു ഭംഗിയും ആരോഗ്യമുള്ള മക്കളുണ്ടായാൽ ജീവിതം കുഴപ്പമില്ല എന്നാണ് സത്യത്തിൽ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ എത്രയോ ബാക്കിലാണ് ചിന്താപരമായും മതപരമായും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 1.5 മാസം മുന്നേ കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട ഒരു ഡോക്ടറെ ഞാൻ ബുക്ക് ചെയ്യാണ്. അപ്പോൾ ഡോക്ടറെ മുന്നിക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലെന്താ അറിയോ, നമ്മളൊക്കെ മനസ്സിൽ ഓക്കെ, ഇനി ഓക്കെ ആയി, കാരണം അദ്ദേഹത്തെ കിട്ടി, ഇനി ശരിയാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഡോക്ടർക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ശരീരം നോക്കി, നമ്മൾ പറയുന്ന കാര്യം നോക്കി യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രശ്നം ഡയഗ്നോസ് ചെയ്യാൻ അള്ളാന്റെ തൗഫീക്ക് ഉണ്ടാകണ്ടേ? അദ്ദേഹത്തിന് നമ്മുടെ രോഗം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കണ്ടേ?
അദ്ദേഹം മരുന്നെഴുതുന്ന കൂട്ടത്തിൽ അശ്രദ്ധമായി എഴുതാതിരിക്കാൻ ഒരു ഈയോ ഒരു ഏയോ ഒരു ഗ്രാമോ അധികമായി അശ്രദ്ധമായി തെറ്റാതെ എഴുതാതിരിക്കാൻ കയ്യിന് പടച്ചോൻ ആ സമയത്ത് തൗഫീക്ക് കൊടുക്കണ്ടേ? അദ്ദേഹം എഴുതിയ മരുന്ന് ഇവിടെ നിന്ന് കിട്ടിയത് കുടിച്ചാൽ അത് ശരീരത്തിൽ ഹാർട്ടുമായി പ്രവർത്തിച്ച് നന്നാകാൻ പടച്ചോന്റെ തൗഫീക്ക് വേണ്ടേ? അപ്പൊ നമ്മളൊരു കാർഡിയോളജിസ്റ്റ് വിഭാഗത്തിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ, ഏതെങ്കിലും ഹോസ്പിറ്റൽ ഡോക്ടർ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടി? പടച്ചോനെ, എൻ്റെ രോഗം മാറ്റാൻ നിനക്കാണ് പടച്ചോനെ കഴിവുള്ളു. അള്ളാഹുവേ, ഇദ്ദേഹത്തിന് നല്ല ട്രീറ്റ്മെന്റ് തരാനും അതുവഴി പടച്ചോനെ സുഖമാകാനും നീ അനുഗ്രഹിക്കണമേ എന്നാ പ്രാർത്ഥിക്കണ്ടി. അവിടേക്ക് നമ്മൾ എത്തിയോ നമ്മൾ ആലോചിക്കുക, ശരിക്കും ആലോചിക്കുക. നമ്മൾ അവിടേക്ക് എത്തിക്കണോ? നമ്മുടെ വീട്ടിൽ CCTV ഒക്കെ വെച്ച് ഗേറ്റിന് നമ്മൾ ഓട്ടോമാറ്റിക് ബട്ടൺ വെച്ച്, പ്രവാസികളായ നല്ലവരായ സഹോദരങ്ങളെ, നിങ്ങളിങ്ങനെ പോകുമ്പം വീട്ടിൽ ആര് വന്നാലും ഫോണിൽ നേർക്കുനേരെ ഇവിടുന്ന് കാണാം, ജിദ്ദയിൽ നിന്ന് കാണാം, അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് കാണാം, എവിടുന്നും കാണാം. നമ്മൾ സമാധാനത്തിൽ പോകുകയാണ്. ആ പോകുമ്പം നമ്മളെ മനസ്സിലെന്താ അറിയോ? ഞാൻ ഏകദേശം സെറ്റപ്പ് ആക്കിക്കണം. നമ്മളെ കുടുംബം കടന്നുറങ്ങുമ്പോൾ സഹോദരങ്ങളെ, ഗ്യാസ് അറിയാതെ ലീക്കാക്കിയാൽ കത്തുന്നത് ഫോണിൽ കൂടെ കാണേണ്ടി വരൂലേ? കിടക്കുന്നവർ കിടക്കുമ്പോൾ നമ്മൾക്ക് വിളിക്കാൻ തോന്നും, കഴിയില്ല. ഇപ്പൊ നമ്മൾ അല്ലാണ്ട് എന്താ പറയണ്ടേ? പടച്ചോനെ, പടച്ചോനെ, ഞാൻ ഗൾഫിൽ പോവുകയാണ്, ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ, ജോലിക്ക് പോകാൻ, നീ എന്റെ കൂടെ ഉണ്ടാകണം. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, പടച്ചോനെ, ഞാനിതൊക്കെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിലും കത്താതിരിക്കണമെങ്കിൽ, പൊട്ടാതിരിക്കണമെങ്കിൽ, ഇടിവാള് കൊണ്ട് വീട് തകരാതിരിക്കണമെങ്കിൽ എന്റെ വീടിനെ നീ നോക്കണമേ അല്ലാ. അവിടേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ചിന്ത എത്തുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥന എത്തുന്നുണ്ടോ? അങ്ങനെ യുവാക്കളെ, നമ്മൾ ടൂർ പോകുമ്പം നമ്മൾ എന്തുകൊണ്ടാണ് നിസ്കരിക്കാത്ത അറിയോ? നമ്മളെ കാര്യത്തിൽ നമ്മളങ്ങനെ പോവുകയാണ്. ചെക്കന്മാരുണ്ട്, ടീമുണ്ട്, വല്ലവും പറ്റിയ ബാക്കിലുണ്ടാവും. നമ്മളിങ്ങനെ പോകുമ്പോഴേ ഈ ഭാഗത്തിൽ ഒരു നരമ്പിന് പടച്ചോൻ, ഒരു നരമ്പിന് അതിശക്തമായി 80-ലോ 100-ലോ പോകുമ്പോൾ ഒരു നരമ്പിന് പടച്ചോൻ ഒന്ന് പിടിച്ചത് വിട്ടാൽ വണ്ടി ഇങ്ങനെ ചേരും. 3/4 ഇഞ്ചാണ് ടയറും റോഡും തമ്മിൽ സ്പീഡ് പോകുമ്പം വണ്ടി ഇങ്ങനെ ചേരും. പോസ്റ്റിൽ പോയി ഇടിക്കും, താഴത്തേക്കാണ് വീഴും. 8 ചങ്ങായിമാരും കൊണ്ടുപോകാൻ ഉണ്ടാവും, പക്ഷെ മരിച്ചിട്ടുണ്ടാവും. വണ്ടി പോകുമ്പോഴേ അള്ളാഹുവേ, നീയാണിട്ടോ പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ടാകേണ്ടത്. എത്ര ആളുണ്ടെങ്കിലും നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്റെ ജീവൻ ബാക്കിണ്ടാവൂല എന്ന് മനസ്സിൽ ബോധ്യമുള്ളവൻ പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങും. ഞാനടക്കാട്ടെ പറഞ്ഞ് സഹോദരിമാരെ, എല്ലാം നിങ്ങളുടെ മകളെയോ നിങ്ങളോ ഗർഭാവസ്ഥയിൽ ആശുപത്രിക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാണ്ടെന്താ അറിയോ? പടച്ചോനെ, ഞാനും കുട്ടിയും ഗർഭാശയത്തിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് വരുമ്പം ചിലപ്പം മലം വരെ പുറത്തു പോവും, ബ്ലീഡിംഗ് ഉണ്ടാകാം, മരണം വരെ സംഭവിക്കാം, മാനസിക നില തെറ്റാം ഗർഭാവസ്ഥ സമയത്ത്. പടച്ചോനെ, അതിന് നീ എൻ്റെ കൂടെ ഉണ്ടാകണം. പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയോട് ഉമ്മ പറഞ്ഞു കൊടുക്കണം, മോളെ നന്നായി പഠിച്ചു, ശരി, നന്നായി പഠിച്ചു, അൽഹംദുലില്ലാ നന്നായി പഠിച്ചു. പരീക്ഷയ്ക്ക് പോകുന്ന പേന എടുക്കുമ്പം അള്ളാഹു മനസ്സിൽ സംശയം ഉണ്ടാക്കിയാൽ മതി, കഴിഞ്ഞു. 1.5 കൊല്ലം പഠിച്ച കഴിഞ്ഞു. എഴുതാൻ നേരത്ത് കയ്യിലൊരു വിറ പടച്ചോൻ തന്നാ മതി. എല്ലായിടത്തും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്താ അറിയോ? പടച്ചോനെ, നിന്റെ തൗഫീഖ് കൊണ്ടാ ജീവിക്കണത്, എന്റെ കഴിവുകൊണ്ടല്ല, നിന്റെ തൗഫീഖ് കൊണ്ടാണ്. അത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, ആ ഹദീസ് അത്ഭുതമാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പ്രവാചകന്റെ വാക്ക്, ലയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതിഹി കുല്ലിഹാ. മനുഷ്യരെ, ഏതൊരാവശ്യത്തിനും നിങ്ങൾ ആദ്യം അള്ളാഹുവിനോട് പറയണം. കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ ഓഡിറ്റോറിയം, ഓക്കെ, ഓഡിറ്റോറിയം കിട്ടുമോ? അൽഹംദുലില്ലാ, ഇനി ബാക്കിയൊന്നും നോക്കണ്ട. അല്ലടാ, തലേ ദിവസം എല്ലാം സെറ്റാകുമ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ പിറകുവശത്തുള്ള ഭൂമി ഇങ്ങനെ കുലുക്കിയാൽ പുതുവെണ്ണായി എൻ്റെ മകൾ ഒരുങ്ങി നിൽക്കുമ്പം അതേ ഓഡിറ്റോറിയത്തിൽ നിന്ന് മയ്യത്ത് പുറത്ത് കൊണ്ടുകൊണ്ടിരും. പടച്ചോനെ, ഞാൻ ഓഡിറ്റോറിയം ചെയ്തിക്കണ്, ബാക്കി നോക്കണട്ടല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ അതിഥികൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അറിയാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു വിഷത്തിന്റെ അംശം അറിയാതെ താഴെ വീണാൽ, ആരും അറിയാതെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് 100 ആളുകളെങ്ങാനും വിഷാംശം ബാധിച്ചു മരിച്ചാൽ അവസാനം വരെ അതിൻ്റെ അപമാനവും നഷ്ടബോധം എനിക്കുണ്ടാവും. നാഥാ, നീ എൻ്റെ ഭക്ഷണം നോക്കണം കേട്ടോ പടച്ചോനെ.
ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടി, മക്കളോട് പറയേണ്ടി. നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴും, നമ്മൾ ഭക്ഷണം വെക്കുമ്പോഴും, വീട് വെക്കുമ്പോഴും, കോൺട്രാക്ടറെ ഏൽപ്പിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവേ നീ നോക്കണം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഞാൻ നോക്കുന്നുണ്ട്, പടച്ചോനെ നിന്റെ തൗഫീഖ് ഉണ്ടാകണം. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താ അറിയോ? ഒരാളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും ഒരു വിശ്വാസി ആദ്യം അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. എന്താണ് വാചകം സഹോദരങ്ങളെ? എൻ്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി, പടച്ചോനെ എൻ്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടി, ഇൻഷാ അല്ലാഹ് നാഥ നീ അത് എനിക്ക് നന്നാക്കി നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹ് വന്ന് ശരിയാക്കുന്ന അല്ല, എനിക്ക് ആ വാറ് ഒട്ടിക്കുകയാണെങ്കിൽ ഒട്ടിക്കാനുള്ള സംവിധാനത്തിലേക്ക് അള്ളാഹു എൻ്റെ ചിന്ത, എൻ്റെ വണ്ടിയെ അങ്ങോട്ടാക്കണം. വേറൊരു ചെരുപ്പെടുക്കുകയാണെങ്കിൽ പടച്ചോനെ ആ ചെരുപ്പുള്ള ഭാഗത്തേക്ക് ഞാൻ പോകുവാൻ നാഥ നീ എന്നെ അങ്ങോട്ട് നയിക്കണം. പടച്ചോനെ ആ ചെരുപ്പിടാതെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലാതെ ചെരുപ്പിട്ട് മാത്രം പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഈ അവസ്ഥയിൽ നീ എന്നെ എത്തിക്കരുതേ പടച്ചോനെ എന്നൊക്കെ പ്രാർത്ഥനയിലുണ്ട്. ചെരുപ്പിന്റെ വാറിൽ പോലും പടച്ചോനോട് ദുആ ചെയ്യണം. സഹോദരങ്ങളെ, ഇത് ബോധ്യമാണ്. ആ ബോധ്യത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന, പടച്ചവനോട് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് അഹങ്കാരത്തിന്റെ ഒരു വർത്തമാനം പോലും പറയാതെ അവൻ ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനുള്ള തൗഫീഖ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ റഹ്മാനായ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഒരു നാട് ഒന്നാകെ ഒരു സാധുവായ മനുഷ്യനും മറ്റൊരു കുടുംബത്തിനും വേണ്ടി തിരച്ചിൽ നടത്തുകയാണ് റഹ്മാനായ നാഥ. ഏറ്റവും സന്തോഷകരമായ വാർത്ത നീ ഞങ്ങൾക്ക് നൽകി, ആ കുടുംബത്തിന് സമാധാനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചവർ നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ നാഥ. നിന്റെ കാരുണ്യം കൊണ്ട് വിശ്വാസിയായി ജീവിക്കുവാനും തൗഹീദുള്ളവരായി മരണപ്പെട്ടു പോകുവാനും നാഥ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതൽ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഗൾഫ് നാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഈ നാടിന്റെ ചുറ്റുഭാഗങ്ങളിലുമൊക്കെ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളെ കുടുംബത്തെ നോക്കുന്ന സഹോദരീ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് നാഥ നീ സ്വർഗവും തൗഫീഖും ജീവിതത്തിൽ ഹിദായത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.